ഹലോ ഗൈസ്, അങ്ങനെ നീണ്ട 6 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടി ഗൈസ്. ഇതെൻ്റെ കസിനാണ്. മാരേജ് കഴിഞ്ഞ് ആൾ ദുബായിലോട്ട് പോയതാണ്. പിന്നെ 6 വർഷത്തിന് ശേഷമാണ് ഞാനും ഇവിടുത്തെ പരസ്പരം കാണുന്നത്. ജാൻവിയെയും ഇവിടെ ആദ്യമായിട്ടോ കാണുന്നത്. എൻ്റെ കല്യാണത്തിന് ഒന്നും ആൾ നാട്ടിലില്ലായിരുന്നു. അവൾ വരുന്ന സമയത്ത് ഞാനും നാട്ടിലുണ്ടാവില്ല, ഞാനുള്ളപ്പം അവളും വരില്ല. അങ്ങനെ ഫൈനലി ഞങ്ങൾ കണ്ടുമുട്ടി ഗൈസ്. സോ ഇത്തവണ വരുന്ന ഡേറ്റ് ഒക്കെ ആൾ മുൻകൂട്ടി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനും കറക്റ്റ് ടൈം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ജാൻവി ഫസ്റ്റ് ടൈമാണ് ആളെ കാണുന്നത്. എന്നാലും കുഴപ്പമില്ല, ഇവർ ഭയങ്കര മിങ്കിളായിട്ടുണ്ടായിരുന്നു കേട്ടോ. ലീവിന് ഭയങ്കര പ്രശ്നമുള്ള ആളായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ 3 കസിൻസിന്റെ കല്യാണത്തിനും ജാൻവിയെയും എൻ്റെ വേറൊരു കസിൻ്റെ മോളെയും ഫാമിലി ഫംഗ്ഷൻസ് ഒന്നും ഇവൾക്ക് അധികം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ വീഡിയോ കോളിലൂടെയാണ് ആൾ അധികം ഫംഗ്ഷൻസും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ അമ്മയുടെ സൈഡിൽ നിന്ന് റിലേറ്റീവ്സ് വളരെ കുറവാണ്. അച്ഛൻ്റെ സൈഡിൽ നിന്നും എനിക്ക് സ്വന്തം എന്ന് പറയാൻ എനിക്കെൻ്റെ പാപ്പനും ആൻറ്റിയും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതാരാണെന്ന്. ഇതെൻ്റെ അച്ഛൻ്റെ മാമൻ്റെ മോളാണ്. അതായത് എൻ്റെ അച്ഛമ്മയുടെ 4 സഹോദരങ്ങളിൽ ഏറ്റവും ഇളയ ആളുടെ മോള്. അതുകൊണ്ട് തന്നെ കസിൻസിനുള്ള വൈബ് ഞങ്ങൾ തമ്മിലായി കേട്ടോ. ഇപ്പം എൻ്റെ ഏറ്റവും ക്ലോസ് കസിൻ എന്ന് പറയാൻ ഇവള് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ കുറേ കാലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇതേ ഇവർ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. വെറും 2 ആഴ്ചത്തെ ലീവും കൊണ്ട് മാത്രമാണ് ആൾ വന്നത്. ഇനി ആൾ 1 വീക്കും കൂടെ ഉള്ളൂ കേട്ടോ ഇവിടെ. ആളുടെ ഹസ്ബൻഡിനും ലീവ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആളും 1 വീക്ക് ലീവ് എടുത്തിട്ടാണ് ഇപ്പോൾ നാട്ടിലോട്ട് വരുന്നത്. ഇനി തിരിച്ച് ഇവർ 2 പേരും ഒരുമിച്ചാണ് കേട്ടോ പോവാ. അപ്പോൾ ഇതേ ഞാൻ ഇവിടെ ബസ് കയറ്റാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഞങ്ങൾ റെയിൽ ക്രോസ് ചെയ്യുന്നില്ല. ആൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെയാണ് ബസ് സ്റ്റോപ്പ്. പിന്നെ നമ്മളും ഈ അടുത്ത് തന്നെ ഇവിടെ അടുത്തേക്ക് പോകും കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.